കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശാരദ അങ്ങനെ ശാലിനിയോട് പറയണേ, അച്ഛനും അച്ഛമ്മയൊക്കെ വിദേശത്താണെന്ന് ഇപ്പം നിന്റെ കുഞ്ഞിനോട് പറയാം. അവളിപ്പോൾ അതൊക്കെ വിശ്വസിച്ച് വായും പൂട്ടിയിരിക്കും. എന്നാൽ കുറച്ചുകൂടി വലുതായി കഴിയുമ്പോൾ അവൾ ശബ്ദം നാക്കുയർത്തി ചോദിക്കും, അപ്പം നീ എന്തു പറയും? അതുകൊണ്ടാണ് മോളെ ഞാൻ പറയുന്നത്, നീ തിരികെ ചെല്ലണം. സത്യാമ്മയോട് തിരികെ ചെന്ന് നടന്ന കാര്യങ്ങളെല്ലാം പറയണം. നിന്റെ കുഞ്ഞാണ് സത്യമോളെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് മോളെ ഞാൻ ഈ പറയുന്നത്, നീ തിരികെ ചെല്ലണം. സത്യാമ്മയുടെ വിഷ്ണുവിൻ്റെ അരികിലേക്ക് നീ തിരികെ ചെല്ലണം മോളെ. അന്നേരം ശാലിനി ചോദിക്കണേ, ഞാൻ തിരികെ ചെല്ലുമ്പോൾ എൻ്റെ കൂടെ എൻ്റെ മോളും ഉണ്ടാവില്ലേ? ആ കുഞ്ഞിനെ കാണുമ്പോൾ സത്യാമ്മയും ആ വീട്ടിലെല്ലാവരും ചോദിക്കില്ലേ ആ കുഞ്ഞ് ഏതാണെന്ന്? അപ്പോൾ ഞാൻ എന്ത് മറുപടി പറയും? എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞാൽ നമ്മുടെ ശ്യാമയുടെ ജീവിതം എന്താകും? അതിനെപ്പറ്റി അമ്മ ഓർക്കുന്നില്ലേ? അങ്ങനെ ശാരദ പറഞ്ഞ വാക്കുകളൊക്കെ കേട്ട് സത്യമോളെക്കുറിച്ചൊക്കെ ഓർത്ത് ശാലിനി വല്ലാതെ സങ്കടപ്പെട്ട് കരഞ്ഞു തളർന്നവിടെ ഇരിക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് റൂമിലെ വിഷ്ണു ശാലിനിയുടെ ഫോട്ടോ ഇങ്ങനെ നോക്കി സങ്കടത്തോട് പറയണേ, അമ്മ തന്നെ സ്വീകരിക്കാനായിട്ട് ഒരു ഉപാധി വെച്ചിട്ടുണ്ട്. 15 ദിവസം, അതിനുള്ളിൽ എനിക്ക് തന്നെ കണ്ടെത്തിയേ പറ്റൂ. താൻ എവിടെയാണോ ഉള്ളത്? അങ്ങനെയൊക്കെ പറഞ്ഞ് ആ ഫോട്ടോകൾ നോക്കി സങ്കടപ്പെട്ടിരിക്കുവാണ്. ഇതേസമയം പപ്പിമോളാണെങ്കിൽ ആ വീടിൻ്റെ ഫ്രണ്ടിൽ തൂക്കിയിരിക്കുന്ന ആ ഫാമിലി ഫോട്ടോ ഉണ്ടല്ലോ, അതിലേക്ക് ഞാനിങ്ങനെ നോക്കി നിൽക്കുക. ചേച്ചിയമ്മയുടെ മുഖം ഒന്ന് കാണാൻ എന്താ വഴി? മുഖം മറച്ചു വെച്ചിരിക്കുകയല്ലേ, അതൊന്ന് പതിയെ അഴിച്ചു നോക്കിയാലോ? അങ്ങനെ പറഞ്ഞ് പപ്പിമോള് സോഫയുടെ മുകളിൽ കയറി നിൽക്കുവാണ്. എന്നിട്ട് ശാലിനിയുടെ മുഖത്തൊട്ടിച്ച ആ ടേപ്പ് ഇങ്ങനെ അഴിച്ചു മാറ്റാനായിട്ട് ശ്രമിക്കുവാണ് കേട്ടോ. ഈ സമയം ഈ കാഴ്ച കൊണ്ട് സ്റ്റെപ്പ് ഇറങ്ങി വിഷ്ണുവും താഴത്തേക്ക് വരുന്നുണ്ട്. മാത്രമല്ല പാപ്പിമോളെ തുറക്കുന്ന സമയത്ത് ഭാമ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. പെട്ടെന്ന് എന്തോ കണ്ട് ഞെട്ടി നിൽക്കുന്ന പാപ്പിമോളെയും പ്രമോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്